ടെൻഷൻ മനസ്സിലായി. അല്ലെങ്കിൽ ആർക്ക് ക്യാൻസർ ഉണ്ടാകണം എങ്ങനെയാണ്? കാരണം ഇതെല്ലാം മോഡിൽ പോയി കഴിഞ്ഞാൽ ക്യാൻസർ ഉണ്ടാകത്തില്ല. പക്ഷെ അപ്പോൾ ഇവിടെ വരുന്ന അബദ്ധം എന്താണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്? എങ്ങനെയാണ്? ശ്രീ രാമകൃഷ്ണ പരമഹംസൻ ആർക്കാണ്? അപ്പോൾ വിചാരിച്ചു ഇതൊക്കെ രോഗമൊക്കെ ഉണ്ടാകും. ഭയങ്കര തെറ്റിദ്ധരിപ്പിച്ചിരിക്കുക. മനസ്സിലായി? കാരണം നമ്മളെങ്ങനെയാണ് മറ്റൊരു വ്യക്തിയെ എടുത്തിട്ട് ജീവൻ്റെ മാതൃകയാക്കുന്നത്? എങ്ങനെയാണ്? ഇവിടെ പറ്റുന്ന കുഴപ്പമാണ്. പ്രപഞ്ചം സംഭവിച്ചുകൊണ്ടിരിക്കുകയല്ലേ, അത് സംഭവിച്ചുകൊണ്ടിരിക്കുക. മനസ്സിലായി? അവിടെ യാതൊരു കാരണവശാലും ഒരു സാധ്യതയില്ല. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരൊറ്റ ഭാഗം അത്രയേ ഉള്ളൂ. ആരാണ് എൻ്റെ മൊബൈൽ എടുത്ത് കളിക്കണേ? ഷാഫിയെ? ആരും എൻ്റെ അടുത്തല്ല. അപ്പോൾ ആ ഒരു മെസ്സേജ് വന്നു, ഒരു ഇൻഡിക്കേഷൻ വന്നു. അത് നമ്മൾ അതെ പല്ലേക്കാത്ത ആൾക്കാരുണ്ടാണ്. രാവിലെ 8 മണിക്ക് വെച്ചാ ബർത്ത്ഡേ തരികല്ല. അതെ അപ്പോൾ നമ്മളുടെ ഉള്ളിൽ ഓൾറെഡി ഒരു പ്രവർത്തനം നടക്കുകയാണ്. അതിനകത്ത് വേറൊരു പ്രവർത്തനം കൊണ്ടുവരാൻ നോക്കുമ്പോൾ എന്ത് സംഭവിക്കും? അപ്പോൾ ഈ യൂണിറ്റ്സ് എല്ലാം, കാരണം ദഹിപ്പിക്കാനുള്ള ശേഷി ഒരു ഭാഗത്തേ ഉള്ളൂ. വേറൊരു സ്ഥലത്ത് ദഹിപ്പിക്കാനുള്ള ഒരു ഭാഗം കൊണ്ടുവരാൻ നോക്കിക്കഴിഞ്ഞാൽ ആകെ കലുഷിതവും, ആകെ പ്രശ്നവും. അത് റിപ്പീറ്റ് ചെയ്ത് വരുമ്പോൾ കൂടി അതെ റിപ്പീറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്ക് ഇത് വഷളായി നമുക്ക് നമ്മുടെ ക്ലാരിറ്റി കംപ്ലീറ്റ് നഷ്ടപ്പെട്ടു പോകും. വീണ്ടും ആരോ എൻ്റെ മൊബൈൽ ആരാണ് എൻ്റെ മൊബൈൽ ഇവിടെ ഇൻഡിക്കേഷൻ ഉണ്ട്. വേണ്ട ലോക്ക് ചെയ്തിട്ട്. ഏതാണ്? വീഡിയോ കുറെ കാലത്ത് ക്വാളിറ്റി ഇല്ലാത്ത വീഡിയോ. അപ്പം നമ്മൾക്ക് എന്താ സംഭവിച്ചാൽ നമ്മൾ വേറൊരു ആക്ടിവിറ്റി കണ്ടിട്ട് ആ ആക്ടിവിറ്റി നമ്മുടെ സെൻറ്ററാകും. മനസ്സിലായി? കാരണം ഇതെല്ലാം ആക്ടിവിറ്റീസ് ബേസ്ഡാണ്. ഇതെല്ലാം ചലനത്തെ ബേസ് ചെയ്തായിരിക്കുന്നത്. കംപ്ലീറ്റ് കാര്യങ്ങൾ ചലനത്തെ ബേസ് ചെയ്താണ്. അപ്പോൾ ചലനം നമ്മൾ പുറത്ത് കണ്ട് അപ്പോൾ നമ്മുടെ സെൻസ് ഓർഗൻസ് ഇന്ദ്രിയങ്ങളെല്ലാം ബഹിർമുഖമായി. മനസ്സിലായി? ബഹിർമുഖമാകുമ്പോൾ നമ്മൾ പുതിയ ലോകം ഉണ്ടാക്കാൻ നോക്കിയാണ്. അപ്പോൾ പീസ് സ്റ്റോക്ക് സമാധാനത്തിന് വേണ്ടിയിട്ട്. പക്ഷേ ദീപ അങ്ങനെയല്ല, കെന്ന അങ്ങനെയല്ല, കെന്ന അങ്ങനെ ചെയ്യല്ല. പക്ഷെ നേരെ മറിച്ച് കെന്നിനെ പ്രേരിപ്പിക്കുന്ന അല്ലെങ്കിൽ വ്യക്തിയാക്കി നിലനിൽക്കാൻ കാരണമായിട്ടുള്ള വ്യവസ്ഥയുണ്ടല്ലോ, സമഗ്രമായിട്ടുള്ള ആ ഭാഗത്ത് നമ്മൾ എത്തിക്കുക. ആ സമഗ്രമായിട്ട് ഇവിടെ സൃഷ്ടിക്കാൻ കാരണമായിട്ടുള്ള വ്യവസ്ഥയുണ്ട് അല്ലേ? അവിടെ അത് എന്നും നടന്നുകൊണ്ടിരിക്കണമല്ലേ? അതെന്നും പവർഫുള്ളാണ്. അതിനൊരിക്കലും ചാർജ് കുറവില്ല. അത് പെർഫെക്റ്റായിട്ട് വർക്ക് ചെയ്യും. അപ്പം അതാണ് ഇപ്പോൾ മാതാപിതാക്കൾ എന്ന് പറയുന്നത്. സ്റ്റേബിളായിട്ട് നിൽക്കുന്നവർ, ഇതാണ് മാതാപിതാക്കൾ. അല്ലാണ്ട് കുട്ടികളെ തീറ്റിപ്പോറ്റുന്നവരൊന്നും അല്ല മാതാപിതാക്കൾ. അതൊക്കെ ആ സ്റ്റെബിലിറ്റിയുടെ ഭാഗമായിട്ട് വരുന്നതാണ്. മനുഷ്യ സഹജമാണതല്ല. ഞാനാണ് നിന്നെ വളർത്തിയതെന്ന് പറയുമ്പോഴത്തേക്കാണ് കുട്ടികൾ ബുദ്ധിമുട്ടിലോട്ട് പോകുന്നത്. ഞാനാണ് നിന്നെ വളർത്തിയത് അത് നോക്കുമ്പോഴത്തേക്കും മാതാപിതാക്കൾക്ക് കുറേ പ്രശ്നമുണ്ട്. ഇവരാണ് എന്നെ വളർത്തിയത്. മനസ്സിലായി? അവരെന്നെ കുറേ പ്രശ്നമുള്ള ഞാൻ എന്നെ പിടുത്തുണ്ടാകും. പറയണം, അല്ലെങ്കിൽ വീണ്ടും സംശയം തീർക്കാൻ ഇങ്ങോട്ട് വരാൻ പറയും. ഞാൻ മുള്ളിട്ടോട്ടെ പറഞ്ഞ് ഓർപ്പിച്ചു. இந்த மனுஷனான கேட்டா டிடி சீரியல்ல தான்
അരിയ താത്തുപോയി ഒറ്റ ചാവ സന്തോഷത്തില് 3 ഗ്ലാസ് അരി ഇടാൻ പറഞ്ഞു. അരി ഇങ്ങനെ ഇട്ടന്നെ ലാസ്റ്റ് ഒന്നെടുത്ത് ചട്ടി നിറഞ്ഞ. അപ്പൊ എല്ലാരും വരില്ലേ, ഉച്ചക്ക് രാത്രി ഒക്കെ കഴിക്കണ്ടേ. അല്ലെ ഞാൻ കഴിക്കണ്ടേ, ഞാൻ കഴിക്കണ്ടേ. കോമഡി. ചായ ടൈമിലാണ് നിങ്ങളുടെ ഊണ് അല്ലേ? അങ്ങനെ ടൈമില്ല. ടൈംലെസ് ആണ്. ചായക്കും ടൈമില്ല, ഒന്നിനും ടൈമില്ല. സമയത്തിന് ഉണ്ടാക്കി കഴിയണം. രാവിലെ അവര് വന്നിട്ടുണ്ട്. അപ്പൊ അവര് ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുന്നുള്ളത് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. രാവിലെ വന്ന് രണ്ടുപേരുണ്ട്. വിപിനും പിന്നെ ഒരു ബൈക്കാണ് ആലിയാണ്. കാലത്തെ നിങ്ങൾ ഇംഗ്ലീഷിൽ അടിക്കുള്ളൂ അല്ലേ? ഞാൻ ഇംഗ്ലീഷ് രണ്ടുപേര് ബൈക്ക് റൈഡിന് അവര് കാതിരപ്പള്ളിയൊക്കെ പോയില്ല. ബിബി ഇന്ന് ശരിക്കും വരണ്ട. അപ്പൊ ഇന്ന് ഉച്ചക്ക് എന്തോ ഒരു പ്രോഗ്രാം ഉണ്ട് അവര് എന്തോ. അപ്പൊ അതുകൊണ്ട് ഫ്രൈഡേ വന്നു. ഫ്രൈഡേ വന്നു. എന്താ ഓക്കെ മേസാണ് ഓഫില്ല. നമ്മൾ പറയും നമ്മൾ സംസാരം നിർത്തിയെന്ന് പറയും. പക്ഷേ സംസാരം നമുക്കൊരിക്കലും നിർത്താൻ പറ്റത്തില്ല. നമ്മുടെ ഉള്ളിൽ സംസാരിച്ചുകൊണ്ടിരിക്കുക, ഇതാരും അറിയുന്നില്ല. അതുപോലെ കാഴ്ച കണ്ടുകൊണ്ടിരിക്കുക നമ്മളെപ്പോഴും. അത് നിർത്തണം. അത് നമുക്ക് നിർത്താൻ പറ്റും. അപ്പോഴാണ് നമ്മൾ ശരിക്കും സമാധാനത്തിലാകുന്നത്. നമ്മളെപ്പോഴും കാര്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു. എൻഗേജ്ഡ് ആകാൻ പാടുപിടിക്കുന്നു. മനസ്സിലായി? എൻഗേജ്ഡ് ആകണം. അവളെന്താണ്, ഗോകുൽ എന്താ പറയണത്, ഷാഫി എന്താ ചെയ്യണത്, ഇനി ഓരോരുത്തരും എന്താ ചെയ്യണത്, നമ്മളിങ്ങനെ നോക്കുകയും. കാരണം എന്താ, നമുക്ക് അങ്ങനെ നമ്മളെ അറിയാൻ പറ്റുന്നുള്ളൂ, നമ്മളെ അനുഭവിക്കാൻ അങ്ങനെ പറ്റുന്നുള്ളൂ. അതല്ലാണ്ട് അനുഭവിക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെ ഇരുന്ന് വെറുതെ ആ പ്രവർത്തനമായിട്ട് അപ്പോഴാണ് എക്സ്പാൻഷൻ കോൺട്രാക്ഷൻ്റെ പവർ അറിയുന്നത്. കാരണം എല്ലാം സ്പന്ദത്തിലാണ്. മനസ്സിലായി? എല്ലാം സ്പന്ദത്തിലാണ്. അപ്പം നമ്മളിങ്ങനെ അങ്ങോട്ട് എത്തിയിരിക്കുമ്പോൾ തനിയെ കുട്ടികൾ ആ കുട്ടിത്തത്തിൽ അവർ തനിയെ ഉണരാൻ തുടങ്ങും. കുട്ടിത്തത്തെ നമ്മൾ ഡിസ്റ്റേബ് ചെയ്യുന്നത്, കുട്ടികളെ ഡിസ്റ്റേബ് ചെയ്യണം മാതാപിതാക്കൾ ചെയ്യുന്നത്. നീ പഠിക്കുക, നീ അത് ഇത് എന്ന് പറഞ്ഞവരെ ഡിസ്റ്റേബ് ചെയ്യുന്നത്. കമ്പാരിസൺ വേറെ കുട്ടികളായിട്ട്. നീ നന്നാവ് ഇതെല്ലാം മനുഷ്യരെല്ലാം ഇതിങ്ങനെ ആശ്വാസത്തിൽ വന്നു കഴിഞ്ഞാൽ ശരീരം ഇങ്ങനെ ഉണർന്നു വരുന്നതാണ്. എന്തുകൊണ്ടാണ് ശരീരം ഉണരുന്നത്? അതിൽ ജീവാത്മാവുള്ളതുകൊണ്ടാകും. ശരീരത്തെ ഉണർത്താൻ കാരണം ജീവാത്മാവാണ്. പ്രേരണകളാകരുത്. അതിൽ മറ്റുള്ള പ്രേരണകളാകുമ്പോഴാണ് കുഴപ്പം വരുന്നത്. ജീവാത്മാവാണ് ഇതിനെ ഉണർത്തേണ്ടത്. നമുക്ക് പക്ഷേ ഈ വരുന്ന പ്രേരണ നമ്മൾ അടിച്ചമർത്തേണ്ട തന്നെ പൊക്കോളൂല. പ്രേരണകളൊന്നും വരുന്നില്ല. നമുക്ക് നമ്മളെ പരിചയമില്ലാത്തത് കൊണ്ടാണ് പ്രേരണകൾ വരുന്നതായിട്ട് തോന്നുന്നത്. കാരണം ഇതിനകത്തുള്ള അബദ്ധമാണ് ഈ പ്രേരണകളെല്ലാം. അതാണ് ഈ മായ എന്ന് പറയുന്നത്. അതെ, കാരണം പ്രേരണ ഒന്നുമില്ല. നമ്മൾ ജീവിക്കുന്ന ഭാഗത്ത് നിത്യമല്ലേ, നിരന്തരമല്ലേ. ഇതെല്ലാം ഇൻസ്റ്റാൾ ചെയ്തതല്ലേ. എന്നിട്ട് അതാണ് ഞാനെന്ന് സങ്കല്പിക്കല്ലേ. ഞാൻ ഇന്ന കുടുംബത്തിൽ ജനിച്ചതാണ്, ഞാൻ ഇപ്പോൾ ഒരു വ്യക്തി പറയും ഞാൻ താഴ്ന്ന കുടുംബത്തിൽ ജനിച്ചതാണ് എന്ന് വെച്ചാൽ സമൂഹത്തിലുള്ള എല്ലാ സ്ഥാനമാനങ്ങളും എനിക്കില്ലെന്ന് അവൻ ധരിക്കുകയാണ്. പ്രപഞ്ചത്തിൽ ഞാൻ കൃത്യമാണ് അല്ലേ. പ്രപഞ്ചത്തിൽ സർവ്വതുമായിട്ട് ചേർന്നാണ് ഒരു വ്യക്തി ഉണ്ടായിരിക്കുന്നത്. ആർക്കാണ് ഏറ്റക്കുറച്ചിലുള്ളത്? ആർക്കുമില്ല. സർവ്വ ആൾക്കാരും ഒരുപോലെയാണ് നിൽക്കുന്നത്. അപ്പോൾ ആ ഒരുപോലെ നിൽക്കുന്ന അവസ്ഥ തിരിച്ചറിയുന്നില്ല. ഞാൻ വ്യത്യസ്തനാണെന്ന് അറിഞ്ഞിരിക്കുന്നു. അപ്പോൾ തുടങ്ങിയില്ലേ, പ്രശ്നം തുടങ്ങിയില്ലേ. ആ ഇപ്പോൾ എന്ത് പറയണ്, ഗോകുലിനോട് പറയണം ഇതല്ല അച്ഛൻ എന്ന് ഗോകുൽ അറിഞ്ഞു. വേറെ ആണ് ഒരു അച്ഛനെന്നറിഞ്ഞ്. അപ്പോൾ ഗോകുലിൻ്റെ മാനസികാവസ്ഥ തകർന്നെന്ന് പറഞ്ഞാൽ ഇതല്ല അച്ഛൻ, എൻ്റെ അച്ഛൻ ഇതല്ല. ഇത്രയും നാൾ അച്ഛൻ ഇതായിട്ടാണ് ധരിച്ചിരുന്നത്. പക്ഷേ ഇന്ന് അറിയുന്നത് ഇതല്ല അച്ഛൻ, വേറൊരു മനുഷ്യനാണ് എൻ്റെ അച്ഛനെന്ന് അറിഞ്ഞാൽ ഗോകുലിൻ്റെ മനസ്സ് തകരുന്നുണ്ടെങ്കിൽ
ഇതിൽ ഒരു മായ സങ്കല്പത്തിൻ്റെ ബന്ധനമുണ്ട്. ആ ബന്ധം ഉണ്ടാക്കി വെച്ചേക്കണം. അതെ, ആ ചിന്ത ബന്ധം കൊണ്ടുള്ള ബന്ധം. ചിന്ത കൊണ്ടുള്ള ബന്ധമാണ്. അച്ഛനായിട്ട് കണക്ട് ചെയ്ത ആ ബന്ധം മായാസങ്കല്പത്തിൽ പോയി. അതെ, അല്ലെങ്കിൽ എൻ്റെ അച്ഛനായാലും എനിക്കെന്താ, ഞാനിതാണ്. മനസ്സിലായ? എല്ലാരുമായിട്ടുള്ള ബന്ധം കണ്ടു കഴിഞ്ഞാൽ അത് വേറെ ഒരു അതെ, അച്ഛനാണ് അതാണ് എൻ്റെ അച്ഛൻ. ആയിക്കോട്ടെ, ഇതാണ് എൻ്റെ അച്ഛൻ, ആയിക്കോട്ടെ. മനസ്സിലായ? എല്ലാ മനുഷ്യരും ഒരേപോലെ बहुत अच्छा ബഹുത്തച്ഛ. അല്ല, അത്രേ ഉള്ളു. മനസ്സിലായ? ഫലത്തിൽ അത്രേ ഉള്ളു. ഇത് അത് ആ കുട്ടി ആരുടെയാണ്, ഇതെന്തിനാ ആ കുട്ടി ആരുടെയാണെന്ന് ചോദിക്കുന്നത്? അന്വേഷിച്ചിട്ട് മനസ്സിലായി? ആ കുട്ടി ആരുടെയാണെന്ന് ചോദിക്കുന്നത് മനുഷ്യക്കുട്ടി. ആ കുട്ടി ആരുടെയാണെന്ന് ചോദിക്കേണ്ട കാര്യമില്ല. അതിന് വെള്ളം കൊടുക്കണം, ഭക്ഷണം കൊടുക്കണം, അത് കൊടുത്താൽ മതി. വാട്ടർ തന്നെയാണ് ഒരു പണിയില്ലാത്ത ഞാൻ മനുഷ്യക്കുട്ടിയാ. ചൂടാകാൻ 50 കുട്ടിയാണല്ലോ. ചൂടാകാൻ 50 കുട്ടിയാണല്ലോ. पास पास ഇത് ഭയങ്കര സിമ്പിളാണ്, ഭയങ്കര സിമ്പിളാണ്. കളി തന്നെത്താൻ സംഭവിച്ചിട്ടുണ്ട്. നമ്മൾ കിടന്നുറങ്ങുമ്പോൾ ഓക്കെ, ഒരു കുഴപ്പമില്ല. എന്താ കിടന്നുറങ്ങുന്ന ആരാ കിടന്നുറങ്ങുന്നത്? കിടന്നുറങ്ങുന്ന ആരാണ്? ഈ ആക്റ്റീവായിട്ടിരിക്കുന്ന ആളാണ് കിടന്നുറങ്ങുന്നത്, അല്ലേ? അപ്പൊ ആ നമ്മുടെ എന്തെങ്കിലും ഒരു വ്യത്യാസം ഉണർന്നിരിക്കുമ്പോഴും അതെ, ഉറങ്ങുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു വ്യത്യാസം. ഉണർന്നിരിക്കുമ്പോൾ ആരാണ് ഉണർന്നത്? ഈ പ്രപഞ്ചത്തെ കാണുന്ന ആൾ ഉണർന്ന്, പ്രപഞ്ചത്തെ കാണുന്ന ആൾ ഉറങ്ങി, അല്ലേ? നമ്മൾ കാണുന്ന പ്രപഞ്ചമായിട്ടുള്ള ബന്ധം നമുക്ക് തീർന്നു. പക്ഷെ ശരിക്കുള്ള പ്രപഞ്ചമായിട്ടുള്ള ബന്ധം തീർന്ന? ശരിക്കുള്ള പ്രപഞ്ചമായിട്ട് ശരിക്ക് അടുക്കുന്നത് ഉറക്കത്തില്ല. എന്നിട്ട് ആ ബന്ധത്തെ നമ്മൾ പകലെ ഉണർന്നിട്ട് നമ്മൾ മാനിക്കുന്നില്ല. ഇതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ദുരന്തങ്ങൾ. ശരിക്കും ആത്മീയത ആദ്യം അറിയുന്ന സ്ത്രീകളാണ്. സ്ത്രീകളാണ് ശരിക്കും ആത്മീയമായിട്ടുള്ള ഉണർച്ച ഉണ്ടാകുന്ന സ്ത്രീകൾക്കാണ്. ഇവിടെ പറ്റിയ എന്താണ്? പുരുഷന്മാർക്കാണ് ആത്മീയമായിട്ടുള്ള ബോധം ഉണ്ടായെന്നാണ് പറയുന്നത്. അത് ആത്മീയ ബോധമല്ല. അതാണ് ലോകത്ത് ഇത്തരം പ്രശ്നങ്ങളുള്ളത്. ഒരു സ്ത്രീ ഉണർന്നാൽ അടുത്ത് നിൽക്കുന്ന ആൾക്കാരെല്ലാവരും ഉണരും. കാരണം എന്താ? കാരണം സ്ത്രീ ആകർഷണമാണ്. ഭൂമി ആകർഷണത്തിലല്ലേ ബീജം ഫെർട്ടിലൈസ് ചെയ്തത്? അവിടെ ഭൂമിയിലല്ലേ ഇതെല്ലാം ഉണ്ടായത്? ഭൂമിയുടെ മാനിഫെസ്റ്റേഷനാണ് സ്ത്രീ, അത് വേറെ ഒന്നുമല്ല. അപ്പൊ നമ്മൾ ഒരു കുട്ടി വയറ്റിൽ കിടക്കുമ്പോ ഈ നമ്മളാണെന്നുള്ള ബോധം, മായ അല്ലാത്ത ഈ പറഞ്ഞ ബോധമില്ലേ, അതുണ്ടാവും ശരിക്കും. ആ ബോധത്തിൽ, അവയർനെസ്സിൽ ഉണ്ടല്ലോ, കുട്ടിക്കുണ്ടത്. അതുള്ളത് കൊണ്ടാണ് നമ്മൾ പുറത്തോട്ട് വന്നിട്ട് നമ്മളെ പഠിപ്പിച്ച് വെച്ചിരിക്കുന്ന ഭാഗത്ത് നമ്മൾ ഇതല്ല ശരി. ഇപ്പൊ ഗോകുൽ എതിർക്കുന്നെന്ന് പറയില്ലേ? ഗോകുൽ എതിർക്കുന്നത് മറ്റേ ബോധത്തിലാണ് എതിർക്കുന്നത്. പ്യൂറായിട്ട് പുറത്തേക്ക് തന്നെ. അതെ, അവനെ നമ്മൾ കൺവെർട്ട് ചെയ്ത് വേറെ ചിട്ടകൾ പഠിപ്പിക്കുന്നു, പൈസ ഉണ്ടാക്കണം. അതായത് ഇപ്പൊ ഗോകുൽ ചില കാര്യങ്ങൾ പറയേണ്ട, എന്തിനാ എനിക്കൊന്നും കേൾക്കണ്ടെന്ന് പറയുന്ന ആളാരാണ്? എന്നുവെച്ചാൽ ഈ വ്യവഹാര തലത്തിലുള്ള നമ്മൾ കമ്മ്യൂണിറ്റിയിലുള്ള ചില കാര്യങ്ങൾ പറയുമ്പോൾ അന്ന് എനിക്ക് കേൾക്കണ്ട എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? എന്ന് പറയുന്നത് മറ്റേ പ്യുവർ ഫോമിലുള്ള ആളാണ് ഈ പറയുന്നത്. എന്നുവെച്ചാൽ ഇത്രയും നാളത്തെ കണ്ടീഷനിൽ നിന്ന് മാറിയപ്പോഴുള്ള ആ ഒരു പെട്ടെന്ന് ഗ്രോസ് ലെവലൊരു ചേഞ്ച് ഗോകുലിൽ കണ്ടപ്പോഴാണ് ബാക്കിയുള്ള ഇവരെന്ത് പറ്റിയ കിളി പോയാ അത് നോർമലാ. കാരണം എന്താണ്? ഇത്രയും കാലം ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളിൽ പെട്ടെന്ന് വ്യത്യസ്തമായിട്ട് ചെയ്യുമ്പോൾ മറ്റുള്ളവർക്ക് അല്ല. അപ്പൊ ഒരു നമ്മളിപ്പോ ഇത് വ്യത്യസ്ത പറഞ്ഞല്ലോ, നമ്മൾ ഈ കാര്യം വേറെ ആൾക്കാരെ പറയുമ്പോ അതിൽ 90% പേരും അത് എതിർക്കാണ്. 10% പേരെ പിന്നെ ഇപ്പുറത്തേക്ക് ചാടുള്ളൂ. അതിന്റെ എന്തെങ്കിലും ഒരു റീസൺ ഉണ്ടോ? അതെ, തീർച്ചയായിട്ടും നമ്മൾ പറയാൻ പാടില്ലാത്തവരോട് പറയാൻ ചെന്നിട്ടാണ്. അതെങ്ങനെ അവരും ആയി പോണെന്നുള്ളതാണ്. അല്ല, നമ്മൾ പറയാൻ പോകണ്ട. അല്ല, മതിയല്ലോ. നമ്മൾ ചെന്ന് ഒരാളെ പഠിപ്പിക്കുന്നത് എന്തിനാണ്? നമ്മുടെ പ്രശ്നം ആരംഭിക്കുന്ന അവിടെയും. പഠിക്കാൻ താല്പര്യമില്ലാത്തവനെ പഠിപ്പിക്കാൻ പോയി കഴിഞ്ഞാൽ അല്ല, അവനങ്ങനെ പോണേന് എന്തെങ്കിലും കാരണം ഇല്ലില്ല. ഓരോ വ്യക്തിയും പ്രവർത്തിക്കുന്നതിന് കാരണമായിട്ടുള്ള വ്യവസ്ഥകൾ അവിടെ ഉണ്ട്. അവൻ്റെ സങ്കല്പം, അവനൊരാളെ കൊല്ലാൻ പോകുന്നു, അവന് കൊല്ലാതിരിക്കാൻ പറ്റത്തില്ല. മനസ്സിലായ? അവന് ഇവൻ നിലനിൽക്കണമെങ്കിൽ കൊല്ലണമെന്നുള്ള നമ്മൾ ഇതിലേക്ക് കടക്കണേ അവനാ അതിൽ നേരത്തെ പെട്ട് വരണുണ്ട്.
അവന് എത്രയോ ഒരാൾ കൊല്ലണമെന്നുണ്ടെങ്കിൽ ഒരുപാട് പേര് സഹായിച്ചിട്ടാണ് ഒരാളെ കൊല്ലുന്നത്. അത് ഒരാൾ മാത്രമായിട്ട് ഒരിക്കലും ഒരാളെ കൊല്ലാനുള്ള ഭാഗം ഉണ്ടാകത്തില്ല. ഒരു സമൂഹമാണ് ഒരു വ്യക്തിയെ കൊലപാതകയും ഒരു വ്യക്തിയെ അക്രമാസക്തനുമാക്കുന്നത്. അല്ലാണ്ട് ഒരു വ്യക്തി ഒരിക്കലും അക്രമാസക്തനാകത്തില്ല. ഒരുപാട് പേരുമായിട്ട് സഹകരിക്കാൻ പറ്റാണ്ട് വരുമ്പോഴാണ് ഒരു വ്യക്തി അക്രമാസക്തനാകുന്നത്. ഒരാൾക്ക് ക്യാൻസർ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ഒരുപാട് പേര് സഹായിച്ചാലേ ഒരാൾക്ക് ക്യാൻസർ ആകത്തുള്ളൂ, അല്ലാണ്ട് ഉണ്ടാകത്തില്ല. പക്ഷെ നമ്മൾ മറ്റുള്ളവരുമായിട്ടുള്ള സഹകരണം എങ്ങനെയാണ്? സത്യസന്ധമായിട്ടല്ല, സ്വസ്ഥതയിലല്ല, കപടത എങ്ങനെയെല്ലാം പ്രവർത്തിക്കുന്ന അറിയുന്നില്ല. ഇപ്പം ദീപയായിട്ട് ശ്രീകുട്ടൻ വഴക്കാണ്. ഓക്കെ, ശ്രീകുട്ടൻ ദീപയായിട്ട് മിണ്ടത്തില്ല. പക്ഷെ ഗോകുല് ശ്രീകുട്ടനുമായിട്ടും സംസാരിക്കാൻ വരും, ദീപയായിട്ടും സംസാരിക്കാൻ വരും. പക്ഷെ ശ്രീകുട്ടൻ പറയുന്ന കാര്യങ്ങളൊന്നും ദീപയോട് പറയല്ല, ദീപ പറയുന്ന കാര്യങ്ങളൊന്നും ശ്രീകുട്ടനോടും പറയല്ല. അപ്പോൾ ശ്രീകുട്ടനിൽ പ്രശ്നങ്ങളുണ്ടല്ല, മനസ്സിലായോ? കാരണം ഈ ബന്ധവും ക്ലിയർ അല്ല, ഈ ബന്ധവും ക്ലിയർ അല്ല. ഈ ബന്ധം ക്ലിയർ ആണെങ്കിൽ ഇത് രണ്ടുപേരും തമ്മിൽ ബന്ധം ഉണ്ടാകണം, മനസ്സിലായേ? ഇങ്ങനെ കണക്റ്റഡാ. കണക്ഷൻ വെച്ച് കഴിയുമ്പോ ഇത് പ്യൂർ ആണെങ്കിൽ ഇത് കണക്റ്റഡ് ആവും. അതായത് ഞാൻ ഒരാളുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ എല്ലാ മനുഷ്യരുമായിട്ടൊരു ബന്ധമായി. അല്ല, എനിക്ക് ഗോകുലുമായിട്ട് മാത്രം ബന്ധം. ഈ ബന്ധം ഒരു കഥയില്ലാത്ത വാക്ക, വെറുതെ ബന്ധം എന്നുള്ള പറച്ചിൽ മാത്രമേ ഉള്ളൂ, ആർക്കും ബന്ധമില്ല. അല്ലല്ല, മനസ്സിലായി? അതെ. അപ്പൊ എല്ലാരും പറയും അതെ എൻ്റെ ആ കൂട്ടുകാരൻ, മനസ്സിലായി? അത് ഇവിടെ കൂട്ടാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ നമ്മൾ ഇതൊന്നും ഇല്ലാണ്ട് ചില കാര്യങ്ങൾ ചില ആൾക്കാരുടെ മുമ്പിൽ വരുമ്പോൾ നമ്മൾ വേറെ രീതിയിൽ പെരുമാറും. ഇതിൻ്റെ തന്നെ വേറൊരു റെപ്രസെൻറ്റേഷനാണ്. ഇവിടെ എന്ന് വെച്ചാൽ എല്ലാ കാര്യമൊന്നും ഇവിടെ പറയേണ്ട കാര്യമില്ല. എന്ന് വെച്ചാൽ അത് ഹൈഡ് ചെയ്യാൻ ശ്രമിക്കും. എല്ലാ കാര്യവും ഇവിടെ പറയേണ്ട കാര്യമില്ല, അത് ശരിയാണ്. പക്ഷേ ചില കാര്യങ്ങൾ ഒളിച്ചു വെക്കാൻ ശ്രമിക്കുന്നു, അതിൻ്റെ ആവശ്യമില്ല. അതെ, ഒളിച്ചു വെക്കാൻ ശ്രമിക്കേണ്ട കാര്യമില്ല. അവിടെ എല്ലായിടത്തും നമ്മൾ എല്ലായ്പ്പോഴും സാഹചര്യത്തിനനുസരിച്ച് പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യേണ്ടത്. ആ സാഹചര്യത്തിന്റെ റിക്വയർമെന്റ് അനുസരിച്ചാണ് നമ്മൾ പെരുമാറുന്നത്. ഒളിപ്പിച്ചു വെച്ച് അത് ബലപ്പെടുത്തും. അതെ, ഒളിപ്പിച്ചു വെക്കുമ്പോൾ നമ്മൾ കണ്ടാമിനേറ്റഡ് ആയി. ഒരു നുണ പറയണമെന്നുണ്ടെങ്കിൽ ഒരു നുണ ഒരാൾ പറയുന്നത് അയാൾ മാത്രം വിചാരിച്ചിട്ടല്ല, പലവര് പിന്നെ കണക്ട് ചെയ്തുകൊണ്ട് നുണ ഉണ്ടാക്കേണ്ടത്. അതാണ് കൂടുതൽ. മറ്റൊരു വ്യക്തിയായിട്ട് സത്യസന്ധമായിട്ട് സഹകരിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഒരാൾ നുണ പറയുന്നത്. ഒരാൾ മാത്രമായിട്ട് നുണയനാകില്ല. വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ നിരന്തരം വരുമ്പോൾ കുട്ടികൾ നുണ പറയാൻ തുടങ്ങും. മാതാപിതാക്കൾ തന്നെ കുട്ടികളെ നുണ പറയാൻ പഠിപ്പിക്കുന്നത്. കാരണം അവന് നുണ പറയുക, കള്ളത്തരം കാണിക്കുക, മോഷണം നടത്തുക, ഇതൊന്നും ഒരു വ്യക്തി തന്നെത്താൻ ഉണ്ടാക്കിക്കൊണ്ടുവരുന്നതല്ല, പറ്റത്തില്ല. ബർത്ത്ഡേ നമ്മളെപ്പോഴും പഴിക്കും, അത് അവൻ്റെ മാത്രം കുഴപ്പമാണ്, അവൻ ശരിയല്ല. അറിയത്തില്ല, ആർക്കും അറിയത്തില്ല ഒരു വ്യക്തിയിൽ എങ്ങനെ പ്രശ്നം ഉണ്ടാകും. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമ്മളിങ്ങനെ ഒരുമിച്ചിരുന്ന് ഹാർമണി ഇരിക്കുമ്പോൾ എന്താ മടങ്ങി വരും, മനസ്സിലായി? ആ ഹൃദയത്തിൻ്റെ സ്പന്ദനം ഉണ്ടല്ലോ, ആ സ്പന്ദനത്തിൻ്റെ താളം ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നവർക്ക് എന്തെല്ലാം രോഗമുണ്ട്, നമ്മളതൊന്നും തിരക്കണ്ട. നമ്മൾ സഹകരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സാവകാശം രക്തോട്ടം, രക്തത്തിൻ്റെ ചക്രം. അതെ, മനസ്സിലായി? നമ്മുടെ താല്പര്യം നന്നാകണമെന്നാണ്, ഗോകുല് നന്നാകണമെന്നാണ് താല്പര്യം. അതിനോട് പ്രവർത്തിക്കുമ്പോഴേക്കും ഗോകുൽ വഷളാകത്തേ ഉള്ളൂ, മനസ്സിലായി? ഗോകുലിനെ നന്നാക്കാൻ നോക്കിയാൽ അത് വഷളാകത്തേ ഉള്ളൂ. കാരണം നന്നാക്കാൻ നോക്കണം എന്തുകൊണ്ടാണ്? ഞാൻ അപാകതയിലായി, ഞാൻ പ്രശ്നത്തിലായി. ഗോകുലിനെ നന്നാക്കാൻ നോക്കുമ്പോഴൊക്കെ ഞാൻ പ്രശ്നത്തിലാണ്. പക്ഷേ ഗോകുലോട്ട് സഹകരിച്ചാൽ തീർന്നു, സഹകരിക്കാൻ പറ്റുന്നില്ല. എനിക്ക് വെപ്രാളം കൂടുതലുള്ള ആളാ, അപ്പൊ കുറച്ച് മണ്ണുണ്ട്, BP ഒക്കെ ഉണ്ട്. അതുകൊണ്ട് ധൃതി സാധനങ്ങളൊക്കെ ഇവിടെ നിന്ന് എടുത്ത് വെക്കണെങ്കിൽ എല്ലാവരും ഇങ്ങനെ എടുത്ത് വെക്കും. അല്ല, അതിന് പറ്റിയ ആൾക്കാർ നമ്മൾ കാണിച്ചു തരാം. അതങ്ങനെയുള്ള മാത്രം ആൾക്കാരുടെ ടീമിൽ കൊണ്ടുവന്ന് ഇരുത്തുമ്പോ ഇതിന്റെ പ്രശ്നം എന്താ വെച്ചാല് ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആളായിരിക്കും ദീപ ചിലപ്പോ.
നേരെ ഓപ്പോസിറ്റ് ആയിരിക്കുന്നല്ല ആള്. അപ്പൊ എന്ത് പറ്റും? അപ്പൊ ഒരു സ്ഥലത്ത് 10 മണിക്ക് പോണെന്ന് ഇവിടുന്ന് ഇറങ്ങണം എന്ന് പറഞ്ഞാൽ ഞാൻ 9:30 ആകുമ്പോ റെഡിയാവും. 10 മണിക്ക് പോകണമെങ്കിൽ ഞാൻ 9:30, ദീപ് 10:30 ആയാലും റെഡിയാവും. അപ്പൊ ചിലപ്പോ വല്ല ബസ്സോ ട്രെയിനൊക്കെ വൈകി ഓടേണ്ടി വരില്ലേ? അതെ അതെ. ടെൻഷനുള്ളിൽ കയറും. അല്ല, കാരണം എന്താണ്? കാരണം ഇവിടെ ഇത് സ്പീഡ് കൂട്ടുന്നവർ അവിടെ സ്പീഡ് കുറക്കും. മനസ്സിലായോ? നേരത്തെ റിലാക്സ് തന്നെയാണ് ഇവിടെയും. അതെ അതെ. അല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ചാല് അവിടെ ഭയങ്കര പ്രോബ്ലം ഉണ്ടാവും. അല്ലെ ട്രെയിനിൽ പോയി പോകും. അതെ അതെ. കാരണം ഇവിടെ സ്പീഡ് കൂട്ടുമ്പോ അവിടെ നേരെ അതിന്റെ ഓപ്പോസിറ്റ് പോകണം. കാരണം ഇത് ഒരുമിച്ച് വരേണ്ടതാണ്. മനസ്സിലായി? ഇത്രത്തോളം സ്പീഡ് കൂട്ടുന്ന അവിടെ അത്രത്തോളം സ്ലോ ഡൗൺ ചെയ്യാൻ തുടങ്ങും. പക്ഷെ നമ്മൾ റിലാക്സ് ചെയ്യുമ്പോൾ അവിടെ ആക്റ്റീവായിട്ട് വരും. പിന്നെ വൈകി ഇറങ്ങി കഴിഞ്ഞാൽ വണ്ടിയിൽ പറഞ്ഞു നേരം കുറച്ചൊക്കെ എടുക്കും ഞാൻ. അതായത് നമുക്കിപ്പോൾ ഇവിടെ വേദന വന്നു, ഓക്കെ, ഇവിടെ വേദന വരുമ്പോൾ ബാക്കിയുള്ള ബോഡി എല്ലാ ഭാഗവും ഇങ്ങോട്ട് ഫോക്കസ് ചെയ്യുന്നു. ഓക്കെ, ഇത് സെൻറ്ററായി. ആവശ്യം എന്താണ്? എല്ലാം റിലാക്സ് ചെയ്ത് ഇത് എന്താണ് ഈ ശ്രദ്ധിച്ചത്? എന്താണ് ആ ഭാഗത്തോട്ട് ഈ ഭാഗം മാറി എന്നുള്ളതാണ് ആവശ്യം. നമ്മുടെ റിക്വയർമെൻ്റ് എന്താണ്? ഇവിടെ വേദന വന്ന് ഈ വേദന വന്ന ഭാഗം വേദന ഇല്ലാത്ത ഭാഗമായിട്ട് മേർജാകണം. പക്ഷെ അതിന് പകരം നമ്മളെന്താ ചെയ്യുന്നത്? ഈ വേദനയെ മാത്രം അങ്ങോട്ട് മതിൽ കെട്ടി അതിനകത്ത് വളവും വെള്ളവും കൊടുത്തുകൊണ്ടിരിക്കും. എനിക്ക് വേദനയാണ്, വെച്ച് കെട്ടി. എന്നിട്ട് എന്താണ് ഇതിൻ്റെ പ്രശ്നം? എവിടെയാണ്? എനിക്ക് ഒരു ഡോക്ടറെ കാണിക്കണം, ഞാൻ തയ്യാറല്ല, മറ്റാളെ കാണിക്കണം. മൈൻഡ് റീഡ് ചെയ്തായിരിക്കും. പിന്നെ ഡോക്ടറെ കാണിക്കണേ അത് ഇനി അവിടെ പോണോ അല്ലെങ്കിൽ ഇവിടെ പോണോ എന്നൊക്കെ ചിന്തിക്കും. അതെ, അതോടുകൂടി എൻ്റെ ഉത്തരവാദിത്വം കഴിഞ്ഞു. ഞാൻ കെയർ ചെയ്യാൻ തയ്യാറല്ല. അലസതയാണ് ഇതിൻ്റെ കാരണം. അഹങ്കാരം. അതെ, അഹങ്കാരം. അഹങ്കാരം. അതെ അതെ, അഹങ്കാരമാണ്. അവിടെ ആ ബലം പിടുത്തം വന്നു. മനസ്സിലായി? അപ്പം ഞാനെന്ന് പറഞ്ഞ തെറ്റിദ്ധാരണയാണ്. ഈ തെറ്റിദ്ധാരണ മാറിക്കഴിഞ്ഞാൽ റിലാക്സ്ഡായി. ഈ ഗ്ലാസ്സിലെ വെള്ളമായിട്ട് കൂട്ടി ഒഴിപ്പിച്ച് കഴിഞ്ഞാൽ അവിടെ 2 ഗ്ലാസ്സിലെ വെള്ളം എന്നുള്ള ഭാഗമില്ല. അല്ലേ? ഗംഗാതിലെ വെള്ളമാണെങ്കിൽ, യമുനയിലെ വെള്ളമാണെങ്കിൽ, അങ്ങ് നൈൽ നദിയിൽ നിന്ന് കൊണ്ടുവന്ന വെള്ളമാണെങ്കിലും വെള്ളം എല്ലായിടത്തും വെള്ളം തന്നെയാണ്. ഇവിടെ നമുക്ക് പറ്റുന്ന കുഴപ്പം എന്താണ്? ഇത് ഗംഗാനദിയിലെ വെള്ളമാണ്. നമ്മളാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഓക്കെ, നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എന്തിനാണ്? അതെ അതെ. ഇപ്പം ഗംഗാനദിയിലെ വെള്ളമാണെന്ന് പറയുമ്പോൾ ആൾക്കാർ ഓക്കെ, അത് പരിശുദ്ധമാണ്, പരിപാവനമാണ്. എന്നുവെച്ചാൽ പരിപാവനതയാണ് നമുക്ക് വേണ്ടത്. അതെല്ലാ വെള്ളവും അത് തന്നെയാണ്. പരിപാവനത, പരിശുദ്ധമായിരിക്കണം. ഓക്കെ, അപ്പോൾ ഈ വ്യക്തിയെ സംബന്ധിച്ചാലും ഗംഗാനദിയിലെ വെള്ളം പരിശുദ്ധമാണ്. അപ്പോൾ ഈ വ്യക്തിയിൽ വരുന്നത് എന്താണ്? പരിശുദ്ധിയാണ് വരുന്നത്. പരിശുദ്ധിയോട് ഏത് വെള്ളം കുടിച്ചാലും ഇതന്നെയാണ് സംഭവിക്കുന്നത്. പക്ഷെ അത് പറ്റത്തില്ല. കാരണം അതല്ല, നിരന്തരം കുടിക്കുന്ന വെള്ളം അലസമായിട്ടാണ് കുടിക്കുന്നത്. മനസ്സിലായി? നിരന്തരം കൈകാര്യം ചെയ്യുന്ന വെള്ളം അലസമായിട്ടാണ് കൈകാര്യം ചെയ്യുന്നത്. അത് ഗംഗാജലം തന്നെയാണ്, പരിശുദ്ധമാണത്. എല്ലാ വെള്ളവും ഒന്ന് തന്നെ. പക്ഷെ നിരന്തരം വെള്ളം അലംഭാവത്തോട് കൈകാര്യം ചെയ്യുന്നതുകൊണ്ട് ഗംഗാ നദിയുടെ ജലത്തിന് പരിശുദ്ധിയുണ്ട്. അപ്പോഴാ വെള്ളത്തെ ഭവ്യമായിട്ട് കാണുന്നതുകൊണ്ട് ഏത് വെള്ളം കുടിച്ചാൽ കിട്ടുന്ന അതേ അനുഭവം ഇപ്പോഴും കിട്ടി. മറ്റേത് വെള്ളം കുടിച്ചിട്ട് ഫലമില്ലായിരുന്നു, ഇപ്പോഴാണ് ഫലം ഉണ്ടായത്. മനസ്സിലായ? മഹർഷിയെ കണ്ടപ്പോഴാണ് ഫലം ഉണ്ടായത്. സാധാരണ മനുഷ്യൻ തന്നെയാണ് മഹർഷി. ആ മനുഷ്യൻ തന്നെയാണ് ഈ മനുഷ്യൻ. അത് തന്നെയാണ് ഇത്, എല്ലാം ഒന്ന് തന്നെ. മനസ്സിലായ? മറ്റേത് തപസ് ചെയ്യുന്ന ആളാണ്. എല്ലാം നമ്മൾ എങ്ങും വ്യത്യാസമില്ല. എല്ലാം ഇപ്പോഴും ഒരുപോലെയാണ്. പക്ഷെ നമ്മൾ സങ്കല്പിക്കും, ഇത് മഹാ ദിവ്യമായിട്ടുള്ള കാര്യം. നമ്മളാണ് കരുതുന്നത് ദിവ്യമായിട്ടുള്ള കഴിവുള്ള ആളാണ്, അതുകൊണ്ട് അങ്ങയുടെ പാദം സ്പർശിച്ചാൽ എനിക്ക് അനുഗ്രഹം കിട്ടും. ആരുടെ പാദം സ്പർശിച്ചാൽ കിട്ടും. ശരിക്കും ഈ നമ്മൾ പാദം സ്പർശിക്കും എന്തെങ്കിലും ഒരു എനർജി ചേഞ്ച് അങ്ങനെ വരണം. പാദസ്പർശം എന്ന് പറയുന്നത് പാദം തൊട്ട് നമ്മുടെ വിവേകം ആരംഭിക്കുന്നത് പാദം തൊട്ടാണ്. അറിവ് ആരംഭിക്കുന്നത് പാദം തൊട്ടാണ്. മനസ്സിലായ? പാദം തൊട്ട് നമസ്കരിക്കണം, അവിടെ തൊട്ട് അറിവ് ആരംഭിക്കണം എന്നാണ് അതിൻ്റെ സാരം.
മനസ്സിലായി? എൻ്റെ കാലെ പിടിച്ചത് കൊണ്ടല്ല, എല്ലാം ഒന്ന് തന്നെയാണ്. മനസ്സിലായി? ആ കാലം ഈ കാലം എല്ലാം ഒന്നല്ലേ? വേർതിരിവ് വരുമ്പോഴാണ്. അതെ അതെ അതെ, എല്ലാ കാലവും ഒന്ന് തന്നെയാണ്. മനസ്സിലായ? പാദം തൊട്ട് നമസ്കരിക്കണം. പക്ഷെ പാദം തൊട്ട് നമ്മുടെ അറിവിൽ അനുഭവത്തിലുണ്ടാകണം. പാദം തൊട്ട് അനുഭവത്തിലുണ്ടാകണം. അപ്പൊ ഈ ശരിക്കും നല്ല പവറിലിരിക്കുന്ന ഒരാള് പുള്ളിയെ തൊടുമ്പോ അവിടെ നിന്ന് ഒരു പോസിറ്റീവ് ഊർജം വരുന്നൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ടാവും. ശരിക്കും പിന്നെ വൈബ്രേഷൻ അല്ലേ? ചലനം. ചലനമല്ലേ? ഇതിങ്ങനെ ഹാർമണി നിൽക്കുകയല്ലേ? ഇതിന് തെറ്റിക്കാൻ ആർക്കും പറ്റത്തില്ല. അപ്പൊ തെറ്റായി വന്നിരിക്കുന്ന ഒരാള് ഈ വൈബ്രേഷൻ വരുമ്പോൾ അയാൾ പെട്ടെന്ന് മാറിയേ പറ്റത്തുള്ളൂ. അതാണ് ചിലവര് വരും കാല് കൊടുത്ത് തൊഴാൻ പാടില്ല എന്ന് നിർദ്ദേശം കൊടുക്കുന്നത്. അതെ അതെ അതെ. കാര്യം അവര് കിട്ടുന്ന ഊർജത്തിന്റെ കുറച്ച് പോവുമായിരിക്കും. അല്ല, ഇതിങ്ങനെ ബാലൻസിൽ നിന്ന് കഴിഞ്ഞാൽ ഇതിനകത്ത് കിട്ടുകയും കുറവൊന്നുമില്ല. ഇത് സമഗ്രമായിട്ട് ഇങ്ങനെ നിൽക്കുന്നു. ഇല്ല, അങ്ങനെയില്ല, അങ്ങനെയില്ല. കാരണം ഇത് ഹാർമണിയിലല്ലേ നിൽക്കുന്നത്, ബാലൻസ്ഡ് ആണ്. മനസ്സിലായോ? നേരത്തെ പറഞ്ഞ പോലെ ഗംഗയുടെ ജലം മറ്റേ സമയത്ത് ആ വെള്ളം കുടിക്കുന്നത് ശ്രദ്ധിച്ചില്ല. ഗംഗാജലം പോലെ തന്നെ സർവ്വടത്തും ജലം തന്നെ. അപ്പോൾ ഒരു മനുഷ്യൻ സർവ്വടത്തും മനുഷ്യനാണ്. ഗംഗ പോലെ തന്നെ, ജലം പോലെ തന്നെ. മനസ്സിലായി? സർവ്വടത്തും. അതാണ് സർവ്വവ്യാപിയായിരിക്കണം. കാലത്തിൻ്റെ ഭാഗത്ത് നമുക്ക് മാറ്റമൊന്നും ഉണ്ടാകരുത്. എവിടെ പോയാലും ഇങ്ങനെ തന്നെ. ഇത് പരിശോധിക്കാൻ എളുപ്പം. നേരത്തെ എൻ്റെ ഒരു സംശയം തീർത്തന്നല്ലോ ഈ ഡിഫറെന്റ് ഡൈമെൻഷൻ എന്ന് പറയണത്. അതുപോലെ തന്നെ ഈ ടൈം ഇല്ലാത്ത അവസ്ഥ എന്ന് പറയണത് എനിക്കത്, അതായത് മാറ്റമൊന്നും ഇല്ലെങ്കിൽ, മാറ്റം വരുമ്പോൾ ഇവിടെ നിന്ന് ഞാൻ യാത്ര ചെയ്ത് തുടങ്ങി അല്ലേ? എവിടെ അങ്ങനെ ഒരു ഇടമില്ലെങ്കിൽ കാലമില്ല. എപ്പോൾ ഇടമുണ്ട് അവിടെ തൊട്ട് അല്ലേ? അപ്പോഴാണ് കാലം വരുന്നത്. അങ്ങനെ ഒരു ഇടമില്ല. സ്പേസ് ആണ് മൊത്തം. സ്പേസ് ആണ്. അപ്പൊ എവിടുന്ന് തുടങ്ങിയെന്ന് ഇപ്പൊ എത്ര സമയം എടുക്കും അന്ന് തുടങ്ങിയ സ്ഥലം പറയാന്ന് പറയുമ്പോ എവിടെ അവസാനിച്ചെന്നും പറയാൻ പറ്റില്ല. ഇല്ല, ആദ്യമില്ല അന്ത്യമില്ല. അപ്പൊ നമ്മളൊരു ഈ പറഞ്ഞ പോലെ ആർട്ടിഫിഷ്യൽ ആയിട്ട് ക്ലോക്കിൽ ഇങ്ങനെ ആക്കി വെച്ചേക്കണേ. അതെ. എന്തുകൊണ്ട് അങ്ങനെ കൊണ്ടുവന്ന്? ഒരു വ്യക്തിക്ക് വ്യക്തിത്വ ബോധമില്ലാത്തതുകൊണ്ട് അവനെ ശീലിപ്പിക്കാൻ വേണ്ടിയിട്ട് പരിശീലിപ്പിച്ചതാണ് ഈ പറയുന്ന വ്യവസ്ഥകളെല്ലാം. ഈ എല്ലാ വ്യവസ്ഥകളും ആ സ്വബോധത്തെ, അത് പണ്ട് കാലത്ത് അങ്ങനെയായിരുന്നു ആവശ്യം. പക്ഷെ കാലം മാറി നമ്മൾ തെളിഞ്ഞെന്നുള്ള ഭാഗം അറിയുന്നില്ല. ഞാനത് ചിന്തിച്ചിട്ടുണ്ട്. കാര്യം ഫെബ്രുവരി 28 ഉള്ളൂ എന്ന് പറയുമ്പോൾ ഭൂമിക്കില്ല, ഭൂമി അങ്ങനെ തന്നെ കറങ്ങാം. അതെ അതെ, അതിന് 365 ഇല്ല, അവനിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക. അതെ 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 അതെ, അത് അത്രയാണ് കാര്യമുള്ളൂ. നമ്മൾ നിശ്ചയിക്കൽ, കാരണം നമുക്ക് നിശ്ചയിക്കാൻ പറ്റുന്നില്ല. അല്ലാതെ വാവ് ചൂടുണ്ടെന്ന് ഇത്രയേ ഉള്ളു കാര്യം.